തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശോചനീയാവസ്ഥ പുറത്തുവന്നതോടെ അമിക്കസ് ക്യൂറി ആശുപത്രി സന്ദർശിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് വിദഗ്ധ സംഘം ആശുപത്രിയിൽ എത്തിയത്. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ്, രോഗികളെ പാർപ്പിക്കാൻ ആവശ്യത്തിന് സെല്ലുകളില്ല തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതാണ് ആശുപത്രിയുടെ വെല്ലുവിളി. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ ജഡ്ജിമാരടങ്ങുന്ന അമിക്കസ് ക്യൂറിയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്താണിപ്പോൾ അവർ ഈ നോക്കിക്കണ്ട ശേഷം അവരുടെ പ്രതികരണം വന്നോ? സ്മൃതി, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് അമിക്കസ് ക്യൂറിയും ഹൈക്കോടതി ജഡ്ജിമാരും ഉൾപ്പെടുന്ന വിദഗ്ധ സംഘം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. പ്രധാനമായും ഈ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയാണ് ഈ വിദഗ്ധ സംഘം പരിശോധിക്കുന്നത്. രാവിലെ 10:30 കൂടിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ഒപ്പം ബസന്ത് ബാലാജിയും അമിക്കസ് ക്യൂറി രാംകുമാർ നമ്പ്യാറും ഉൾപ്പെടുന്ന സംഘം ഇവിടെ എത്തിയത്. ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനയും കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ ആശുപത്രിയുടെ മുഴുവൻ ഇടങ്ങളും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. സെല്ലുകളിൽ ഉൾപ്പെടെ അവർ ഇപ്പോൾ പോയിട്ടുണ്ട്. രോഗികളുമായും ജീവനക്കാരുമായും പ്രധാനമായും ഇവർ സംസാരിക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കുക. നേരത്തെ തന്നെ ഈ ആശുപത്രിക്കെതിരെ വലിയ പരാതികൾ ഉയർന്നിരുന്നു. പ്രധാനമായും അടിസ്ഥാന സൗകര്യങ്ങളില്ല, മതിയായ ജീവനക്കാരില്ല. അത്തരത്തിൽ വലിയ പരാധീനതകളിലാണ് നിലവിൽ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രമുള്ളത്. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും നേരിട്ട് ഇത് അന്വേഷിക്കാനും ഈ അമിക്കസ് ക്യൂറി ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിനൊപ്പം ഹൈക്കോടതിയിലെ ജഡ്ജിമാരും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പരിശോധന പൂർത്തിയാക്കി ഇവർ പുറത്തേക്ക് വരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, അമിക്കസ് ക്യൂറിയെ പരിശോധനയ്ക്ക് ശേഷം നടത്തുന്ന പ്രതികരണം നമുക്ക് അടുത്ത ഘട്ടത്തിൽ കാണാം.